ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക സിദ്ധാർത്ഥിൻ്റെ ബാത്റൂമിൽ നിന്ന് കുളിച്ചിട്ട് നൈറ്റി ഇട്ടിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു കണ്ടതുകൊണ്ട് നാണത്തോടെ പോയിട്ട് ബാത്റൂമിൻ്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധു ഇങ്ങനെ അവളെ ഓരോന്ന് പറഞ്ഞ് തമാശയാക്കുവാണ്. നൈറ്റിയിലും കാണാൻ നല്ല സുന്ദരിയാണെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, എന്തിനാ സാർ ഇങ്ങനെ കളിയാക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് അവൾ പറയുന്നുണ്ട്, എൻ്റെ അമ്മ കാത്തു നിൽക്കുന്നുണ്ടാവും, എനിക്ക് പോകണം, ഞാൻ എപ്പോഴോ കുളിക്കാൻ വന്നതാണ്. പെട്ടെന്ന് ചന്ദ്രിക ഓർത്തെടുത്തതുപോലെ ചോദിക്കുന്നുണ്ട്, അല്ല സാറ് ഡ്രിങ്ക്സ് കഴിക്കുമെന്ന് എനിക്കറിയാം, എപ്പോഴാണ് സ്മോക്ക് ചെയ്യാൻ തുടങ്ങിയത്? അത് കേട്ടപ്പോൾ സിദ്ധു ആകെ ഒന്ന് ഞെട്ടി. കാരണം അവൻ്റെ ബാത്റൂമിൽ സിഗരറ്റും അതുപോലെ തന്നെ ലാമ്പൊക്കെ ഉണ്ടായിരുന്ന കാര്യം അവൻ അപ്പോഴാണ് ഓർത്തത്. സിദ്ധാർത്ഥ ഏന്തി വലിഞ്ഞ് ബാത്റൂമിലേക്ക് നോക്കുവാണ്. അപ്പോഴേക്ക് ചന്ദ്രികയും അങ്ങോട്ടേക്ക് തന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് തലചൊറിഞ്ഞുകൊണ്ട് സിദ്ധു പറയാണ്, ചന്ദ്രിക, ഞാൻ സ്മോക്ക് ചെയ്യാറൊന്നും ഇല്ലല്ലോ. കള്ളം പറയല്ലേ സാർ, സാറിൻ്റെ ബാത്റൂമിൽ സിഗരറ്റ് പാക്കറ്റും ലൈറ്ററും ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സിദ്ധു ഇങ്ങനെ ചമ്മിട്ട് തലതാഴ്ത്തി നിൽക്കുവാണ്. അത് പിന്നെ അതെന്താന്ന് വെച്ചാൽ ചന്ദ്രിക, നീ കുറച്ചു കാലം എന്നോട് സംസാരിക്കാതിരുന്നില്ലേ? ആ സമയത്ത് എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സ്മോക്ക് ചെയ്യാൻ തുടങ്ങിയത്. അത് കേട്ടപ്പോൾ ചന്ദ്രികയ്ക്ക് ആകെ ഒരു ദേഷ്യം തോന്നുവാണ്. എന്താ സാർ ഇങ്ങനെ, നിങ്ങൾ എത്രത്തോളം പഠിച്ചതാണ്? സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു കാരണമാണോ കണ്ടുപിടിക്കേണ്ടത്? അത് പിന്നെ അതല്ല ചന്ദ്രിക, മറ്റാരെടുത്തും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സ്മോക്ക് ചെയ്തിട്ട് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓ, ഇതാണോ പുകവലി ഹൃദയത്തിന് ആരോഗ്യകരമല്ല എന്ന് പറയുന്നത്? നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് സാർ, അല്ലെങ്കിൽ ഹൃദയത്തിന് ഒരുപാട് ഓട്ട വീഴും. ചന്ദ്രികയുടെ തമാശ കേട്ടപ്പോൾ സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിക്കുകയാണ്. അവനാ ചിരിക്കുന്ന സമയം കൊണ്ട് ചന്ദ്രിക വേഗം മുറിയിൽ നിന്ന് എസ്കേപ്പായിട്ട് പോവുകയാണ്. അത് കാണുമ്പോൾ സിദ്ധു ഒന്നുകൂടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രിക പോയ ഭാഗത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ നിൽക്കുകയാണ്. അതേസമയം മാലതി മുത്തശ്ശിയാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് അരിയിലെ കല്ലൊക്കെ പെറുക്കുവാണ്. അതുപോലെ തന്നെ മനോഹരൻ പ്രിയമോളുടെ നഖം വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമോളാണെങ്കിൽ കുറുമ്പ് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മനോഹരനായിട്ട് ഇങ്ങനെ തല്ല് പിടിച്ചൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട്. മനോഹരൻ കുട്ടിയായിട്ട് തല്ലുകൂടുന്നത് പോലെ തന്നെ കുട്ടി തിരിച്ച് അയാളെയും തല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ചേച്ചി നിങ്ങളുടെ കൊച്ചുമോളെ നോക്ക്, നഖം മുറിക്കാൻ വരെ വിടുന്നില്ല. ചെറിയ കുട്ടിയാണടാ, ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും നഖം മുറിക്കല്ലേ, സ്നേഹത്തോടെ മുറിച്ചു കൊടുക്ക്. ഞാൻ മുറിച്ചു കൊടുക്കുന്നുണ്ട്, മനോഹരനും പറയാണ്. പ്രിയ ചുമ്മാ ബഹളം വെച്ചോണ്ടേ ഇരിക്കുകയാണ്. അയ്യോ എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മേഘ അകത്ത് നിന്ന് വന്നിട്ട് മുത്തശ്ശിയോടും മനോഹരനോടായിട്ട് പറയുന്നുണ്ട്, അമ്മാവാ മുത്തശ്ശി, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വാ എല്ലാവരും കഴിക്കാം എന്ന് പറഞ്ഞ് കേൾക്കാൻ നേരെയില്ലാതെ മനോഹരൻ നഖം വെട്ടുന്നൊക്കെ മാറ്റി വെച്ചിട്ട് ചാടി എഴുന്നേക്കുവാണ്. അയ്യോ വിശന്നിട്ട് പാടില്ല. എന്നിട്ട് അയാൾ നേരെ ഓടി കൈ കഴുകാൻ വേണ്ടി പോവുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഭക്ഷണം എന്ന് കേട്ടപ്പോഴേക്കും അവൻ ഓടി പോകുന്ന നോക്ക്, എരുമ പോലെ വളർന്നു എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പ്രിയയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവാണ്. മേഘയും അവർക്കൊപ്പം തന്നെ അകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും മനോഹരൻ ചാടി വീണിട്ട് എന്തൊക്കെയാണ് ഭക്ഷണത്തിനുള്ളതെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഓരോരോ പാത്രങ്ങൾ തുറന്ന് നോക്കുവാണ്. ഉപ്പേരിയും ചോറും കറിയൊക്കെ കണ്ടപ്പോൾ മനോഹരൻ ഒത്തിരി സന്തോഷമായി. അപ്പോൾ മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട്, എടാ എരുമേ, എല്ലാ ഭക്ഷണവും ഉണ്ട്, നീ ഇങ്ങനെ ധൃതി കാണിക്കാതെ പയ്യെ കഴിക്ക്. മനോഹരനോട് അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ട് മുത്തശ്ശിയും പ്രിയയും മേഘയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. മനോഹരൻ ഓരോ പാത്രം വീണ്ടും വീണ്ടും തുറന്നു നോക്കുകയാണ്. ആഹാ രസം, സൂപ്പർ. അത് കഴിഞ്ഞ് പപ്പടമൊക്കെ കണ്ടപ്പോൾ അതിന് സന്തോഷമായി. അവസാനം ഒരു കറി തുറന്നു നോക്കിയ സമയത്ത് അതൊരു ചുവപ്പ് കളറാണ്. അപ്പോൾ മനോഹരൻ്റെ മുഖം ഒന്ന് വാടുന്നുണ്ട്. എന്നിട്ട് മേഘയോട് സംശയത്തോട് ചോദിക്കുകയാണ്, മേഘ ഇതെന്താ മോളെ കറി? അത് കേട്ടപ്പോൾ മുത്തശ്ശിയൊക്കെ കറിയിലേക്ക് നോക്കുവാണ്. ഒരു ചുവന്ന കറി, എന്താണെന്ന് അവർക്കൊരിക്കും മനസ്സിലായില്ല. അപ്പോൾ മേഘയാണെങ്കിൽ കൂളായിട്ട് പറയാണ്, അത് സാമ്പാറാണ് അമ്മാവാ. എന്ത് സാമ്പാറോ? സാമ്പാർ മഞ്ഞ കളറിലല്ലേ ഉണ്ടാവുക, ഇതെന്താ ചുവപ്പ് കളറ്? സംശയത്തോടെ ചോദിച്ചപ്പോൾ മേഘ കുറച്ചൊരിതായിട്ട് പറയാണ്, അത് പിന്നെ കൈ തട്ടിയിട്ട് മഞ്ഞളിന് പകരം മുളക് പൊടി കുറച്ച് അധികമായിട്ട് വീണുപോയി. അത് കേട്ടതും മനോഹരനും മുത്തശ്ശിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. മുത്തശ്ശി വേണ്ട, എനിക്ക് വേണ്ട എന്നിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. മനോഹരൻ ചേച്ചി. മനോഹരൻ സംശയത്തോട് ചോദിക്കുകയാണ്, എന്താ പറഞ്ഞത്, മുളക് പൊടി അധികമായിട്ട് വീണു പോയെന്നോ? അതെ അമ്മാവാ, പക്ഷേ ഞാൻ ടേസ്റ്റ് നോക്കി, നന്നായിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചു നോക്കൂ. മേഘ കൂളായിട്ടാണ് പറയുന്നത്. അപ്പോൾ മനോഹരൻ്റെ മുത്തശ്ശി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. മേഘ എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്കുവാണ്. ശരി ശരി ഭക്ഷണം വിളമ്പ്.
അങ്ങനെ മേഘ ചോറിട്ട് കൊടുത്തു. അതിനുശേഷം ഉപ്പേരിയും അച്ചാറും പരിപ്പും പപ്പടവും ഒക്കെ എടുത്തു. അതിനുശേഷം സാമ്പാർ എടുത്തപ്പോഴേക്കും മനോഹരം വേഗം വേണ്ടാന്ന് കൈകൊണ്ട് കാണിക്കുകയാണ്. എന്താ മോളെ ചെയ്യാൻ പോകുന്നേ? സാമ്പാർ എനിക്ക് വേണ്ട. അതെന്താ അമ്മാവ സാമ്പാർ കൂട്ടാത്തത്? അത് പിന്നെ എനിക്ക് സാമ്പാർ ഇഷ്ടമേ അല്ല. നീ എനിക്ക് രസം തന്നാൽ മതി. എങ്കിൽ ശരി, മുത്തശ്ശിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ നേരെയാക്കിയപ്പോഴേക്കും മുത്തശ്ശി സ്നേഹത്തോടെ പറയാണ്, മേഘ എനിക്ക് നീ രസം തന്നാൽ മതി. രക്ഷപ്പെട്ടു അല്ലേ? മനോഹരം മുത്തശ്ശിയെ നോക്കിയിട്ട് പറയാണ്. അത് രണ്ടുപേരെ നോക്കി നിൽക്കുകയാണ് പ്രിയ. അപ്പോൾ മേഘ പ്രിയയുടെ നേരെ സാമ്പാർ നീട്ടിയപ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട്, അമ്മ വേണ്ട അമ്മ, ഞാനും രസം കൂട്ടി കഴിച്ചോളാം. ശരി, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് കൂട്ടി കഴിക്ക്. മേഘയും വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ മനോഹരനും മുത്തശ്ശി സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. മേഘയുടെ എരിവുള്ള സാമ്പാറിൽ നിന്ന് രക്ഷപ്പെട്ടത് ഓർത്തിട്ട് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. മനോഹരൻ പ്രിയോട് പറയുന്നുണ്ട്, പ്രിയ രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ എല്ലാവർക്കും രസം തന്നെയാണ് കൊടുക്കുന്നത്. രസം കൂട്ടി കഴിക്കാൻ തുടങ്ങിയപ്പോൾ മനോഹരൻ പുകഴ്ത്തുവാണ്. അപ്പപ്പാ എന്താ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശിയും പറയുകയാണ്. അതുപോലെ തന്നെ പ്രിയ സൂപ്പർ ആണമ്മ എന്നൊക്കെ പറഞ്ഞ സമയത്ത് മേഘ സന്തോഷത്തോടെ 3 പേരോടും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഇന്ന് അമ്മാവ കുറച്ചുകൂടി രസം ഒഴിച്ച് കഴിക്ക്. ഒഴിച്ചോ എന്ന് പറഞ്ഞ് പാത്രം നീട്ടി കൊടുക്കുവാണ്. അതുപോലെ പ്രിയക്കും കൊടുക്കുന്നുണ്ട്. മനോഹരൻ്റെ പാത്രം നിറയെ രസമായിട്ടുണ്ടായിരുന്നു. മനോഹരൻ പറയുന്നുണ്ട് അതിനിടയിൽ, ഇത്ര വലിയ മുളകാണോ ഇതിനകത്ത് ഇട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മുളക് മാറ്റി വെക്കുകയാണ്. അതിനിടയിലാണ് അയാൾക്ക് എന്തോ ഒരു സംശയം തോന്നിയത്. താൻ എടുത്തിട്ട മുളക് ഒന്നുകൂടി നോക്കുന്ന സമയത്ത് മനോഹരൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു കൂറയായിരുന്നു. മനോഹരൻ അതെടുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. ചത്ത് കിടക്കുകയാണ് ആ കൂറ അതിനകത്ത്. ചേച്ചി കഴിക്കല്ലേ, പ്രിയമോളെ കഴിക്കല്ലേ എന്ന് പറയുകയാണ് മനോഹരൻ. എന്താടാ, എന്ത് പറ്റി ചേച്ചി ചോദിക്കുകയാണ്. ചേച്ചി രസത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ കൂറയെ. അത് കേട്ട സമയത്ത് മേഘ ഉൾപ്പെടെ ബാക്കി എല്ലാവരും ഒരുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. ബാക്കി 2 പേരും പ്രിയമോളും മുത്തശ്ശിയാണെങ്കിൽ കഴിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ട്. പ്രിയമോള് പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് കരയാണ്. അയ്യോ കൂറ. പ്രിയ ഓടി പുറത്തേക്ക് പോകുന്നുണ്ട്. മറ്റു 2 പേരും ആണെങ്കിൽ ഭക്ഷണം കഴിച്ചതിലുള്ള ആ ഒരു കാര്യം ഓർത്തിട്ട് ഛർദ്ദിക്കാൻ വന്നിട്ട് നിൽക്കുകയാണ്. മുത്തശ്ശി അവിടുന്ന് തന്നെ ഛർദ്ദിക്കുമെന്ന് തോന്നിയപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, എഴുന്നേറ്റ് പോ ചേച്ചി. അപ്പോൾ മുത്തശ്ശി വേഗം പുറത്തേക്ക് ഓടിപ്പോയി ഛർദ്ദിക്കുകയാണ്. അവർ ഛർദ്ദിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ മനോഹരൻ ഛർദ്ദി വരുന്നുണ്ടായിരുന്നു. അയാളും എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ്. പുറത്തെത്തിയതും അയാളും ഛർദ്ദിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. ഇവരുടെ 2 പേരുടെയും ഛർദ്ദി കേട്ടിട്ട് മേഘയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഒന്നാമത് അവൾക്ക് അവരുടെ ഛർദ്ദി കേട്ടപ്പോൾ തന്നെ ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും അതെങ്ങനെയാവും രസത്തിൽ കൂറ വന്നത്? ഈ വീട് നിറച്ചും പല്ലിയും പാറ്റയും ശല്യങ്ങളുമാണ്. വലിയൊരു സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ച് ഈ വീട് മുഴുവൻ അടിച്ച് കൂട്ടണം എന്നൊക്കെ മേഘ ഇങ്ങനെ സ്വയം പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മഹേന്ദ്രൻ്റെ വീട്ടിലാണെങ്കിൽ മഹേന്ദ്രൻ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്താണ് ആലോചിക്കുന്നത്? അത് പിന്നെ ലക്ഷ്മി, ഇന്ന് ജാനകിയുടെ ജന്മദിനമാണ്. സാധാരണയായി അവളുടെ ജന്മദിന ദിവസങ്ങളിൽ ഞാനാണ് ആദ്യം തന്നെ പോയിട്ട് അവൾക്ക് ജന്മദിന ആശംസകൾ പറയാറ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ 2 പേരും തമ്മിൽ സംസാരിക്കാത്തത് കൊണ്ട് എങ്ങനെയാണ് ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് ജന്മദിനാശംസകൾ പറയുക എന്നൊരു ചിന്തയിലാണ് ഞാൻ. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ലക്ഷ്മി പറയുന്നുണ്ട്, എന്തിനായിട്ടാ ഇതിനൊക്കെ ഇങ്ങനെ വിഷമിക്കുന്നത്? ജാനകി നിങ്ങളുടെ സഹോദരിയല്ലേ? അവളെ വഴക്ക് പറയാനും ശാസിക്കാനും ഒക്കെ നിങ്ങൾക്ക് അർഹതയുണ്ട്. ആ ഒരു യോഗ്യത ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ജാനകിയുടെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറിയത്. പക്ഷേ ആ സമയത്ത് പോലും നിങ്ങളായിട്ടൊരു തെറ്റ് പറഞ്ഞിട്ട് ജാനകിയെ വിഷമിപ്പിച്ചിട്ടില്ലല്ലോ. ജാനകിയാണ് അവരുടെയൊക്കെ സ്വഭാവം മനസ്സിലാക്കാതെ അവർക്കൊപ്പം ചേർന്നിട്ട് ചേട്ടനോട് മോശമായിട്ട് സംസാരിച്ചത്. അല്ലാതെ ഏട്ടനായിട്ട് ഒരിക്കലും അവളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അത് ശരി തന്നെയാണ് ലക്ഷ്മി. ജാനകിയെ ആർക്കു വേണ്ടിയിട്ടും ഞാൻ ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ജാനകിയുടെ ജന്മദിനത്തിന് വേണ്ടി അവൾക്ക് കൊടുക്കാൻ ഞാനൊരു ഗിഫ്റ്റ് വരെ വാങ്ങിയിട്ടുണ്ട്. കൊള്ളാലോ. സഹോദരിയുടെ ബർത്ത്ഡേ ആയപ്പോഴേക്കും ആദ്യം തന്നെ പോയിട്ട് സമ്മാനമൊക്കെ വാങ്ങി വന്നിരുന്നല്ലേ? ലക്ഷ്മി മഹേന്ദ്രനെ കളിയാക്കുവാണ്. എന്നോട് പോലും പറഞ്ഞില്ല, എനിക്ക് കാണിച്ചു തന്നില്ല. നിനക്ക് കാണിച്ചു തരാതെ എന്താ? 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ ഗിഫ്റ്റ് എടുക്കുവാണ്. മഹേന്ദ്രൻ അലമാര തുറന്നിട്ട് ഒരു ബോക്സ് ലക്ഷ്മിക്ക് കൊടുക്കുകയാണ്. അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് റിംഗ് ആയിരുന്നു ഗോൾഡിൻ്റെ. അപ്പോൾ അത് കണ്ട സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, ഏട്ടാ സൂപ്പറായിട്ടുണ്ട് ഏട്ടാ. സത്യം പറഞ്ഞാൽ എനിക്കിതുപോലൊരു ഏട്ടനില്ലല്ലോ എന്ന് എനിക്കിപ്പോൾ വല്ലാത്ത സങ്കടം തോന്നുവാണ്. അത് കേട്ട് സന്തോഷത്തോടെ മഹേന്ദ്രനും പറയുന്നുണ്ട്, അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. സത്യം പറയട്ടെ ഏട്ടാ, ജാനകി ഒരുപാട് ഭാഗ്യമുള്ള കുട്ടിയാണ്. ലക്ഷ്മി പറയുന്നുണ്ട്. ശരി വാ, നമുക്കിത് പോയി ജാനകിക്ക് കൊടുത്തിട്ട് വരാം.
അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറ്റി നല്ല സുന്ദരിയായിട്ട് ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛാ, എന്താ മോളെ, നിങ്ങൾ രണ്ടുപേരും ഹാളിലേക്ക് വാ. അതെന്തിനാ ഒരു വിഷയം എന്താ എന്നറിയാൻ വേണ്ടിയിട്ട് ലക്ഷ്മിക്കും അതുപോലെ മഹേന്ദ്രനും കൗതുകം തോന്നുവാണ്. എന്താ മോളെ കാര്യം? മഹേന്ദ്രൻ ചോദിച്ചപ്പോൾ സന്തോഷത്തോടെയാണ് ചന്ദ്രിക പറയുന്നത്, ഇന്ന് ജാനകി അമ്മായിയുടെ ജന്മദിനമാണ്. അത് കേട്ടപ്പോൾ തന്നെ മഹേന്ദ്രൻ ലക്ഷ്മിയെ നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണ്. കാരണം അവർക്ക് രണ്ടുപേർക്കും നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ജാനകി അമ്മായിയുടെ ജന്മദിനമായതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു സെലിബ്രേഷൻ നടത്താൻ പോവുകയാണ്. എന്താ മോളെ സെലിബ്രേഷൻ? അയ്യോ, നിങ്ങൾ രണ്ടുപേരും വന്ന് നോക്കച്ചാ. അപ്പോൾ മഹേന്ദ്രൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഞാൻ ജാനകിക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിയതിന് നീ പറഞ്ഞില്ലേ, എൻ്റെ മോള് ജാനകിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നീ ഒന്ന് നോക്കൂ. അത് കേട്ടപ്പോൾ ചന്ദ്രിക അമ്മയെ നോക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനും ജാനകിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റിങ് വാങ്ങിയിട്ടുണ്ട്, ഇതാ നോക്കൂ. അത് വാങ്ങി നോക്കിയിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, വളരെയധികം ഭംഗിയുണ്ട് അമ്മ. തീർച്ചയായിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ ജാനകി അമ്മായി ഒരുപാട് സന്തോഷിക്കും. ആ റിങ് തിരിച്ച് ലക്ഷ്മിയെ ഏൽപ്പിച്ചിട്ട് മഹേന്ദ്രനെയും ലക്ഷ്മിയെയും കൂട്ടിയിട്ട് ചന്ദ്രിക ഹാളിലേക്ക് പോവുകയാണ്. ഹാളിലാണെങ്കിൽ ചെറുതല്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബലൂൺസും ഡെക്കറേഷനും അതിന് പുറമെ നല്ലൊരു കേക്കൊക്കെ എഴുതി അതിൽ ഹാപ്പി ബർത്ത്ഡേ ജാനകി അമ്മായി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥും മുത്തശ്ശനും മലരും ഒക്കെ കൂടെ ഹാളിൽ അലങ്കരിക്കുന്ന തിരക്കിലാണ്. അങ്ങോട്ടേക്കാണ് മഹേന്ദ്രനും ലക്ഷ്മിയും ചന്ദ്രികയും വന്നിരിക്കുന്നത്. ചന്ദ്രിക പറയുന്നുണ്ട്, സർ എല്ലാവരും വന്നു, നിങ്ങൾ പോയിട്ട് ജാനകി അമ്മയെ കൂട്ടിയിട്ട് വാ. ശരി, ഞാൻ പോയി കൂട്ടിയിട്ട് വരാം. അലങ്കരിച്ചതിൻ്റെ ഭംഗി നോക്കുവാണ് മഹേന്ദ്രനും ലക്ഷ്മിയും. അവർക്കും സന്തോഷമായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ടെറസിൽ എന്തോ പുസ്തകം വായിച്ചിരിക്കുകയാണ് ജാനകി. അങ്ങോട്ടേക്ക് വന്നിട്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അമ്മ എന്താ മോനെ, അമ്മ ഒന്ന് താഴേക്ക് വാ അമ്മ. എന്താ മോനെ, എന്താ കാര്യം? അമ്മ വന്നിട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ അമ്മയെ വീൽചെയറിൽ കൂട്ടുകയാണ് താഴേക്ക്. ജാനകിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും അവർ സിദ്ധാർത്ഥിനൊപ്പം താഴേക്ക് വരികയാണ്. അതേസമയം ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിരിക്കുകയാണ് ആരതി ഇങ്ങനെ ചുറ്റിലും നോക്കുന്നുണ്ട് അലങ്കരിച്ചത് കണ്ടിട്ട്. അവൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ ലക്ഷ്മിയാണ് പറയുന്നത്, ആരതി കണ്ടില്ലേ മോളെ, നിൻ്റെ അമ്മയുടെ ജന്മദിനത്തിന് ചന്ദ്രിക എങ്ങനെയാണ് ഒരുക്കിയതെന്ന്. ഇത് മാത്രമല്ല, നിൻ്റെ അങ്കിള് ജാനകിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റിങ് വരെ വാങ്ങിയിട്ടുണ്ട്, ഇതാ നോക്ക് എന്ന് പറഞ്ഞ് ആരതിക്ക് കാണിച്ചു കൊടുക്കുവാണ്. വാവ്, സൂപ്പർ ആയിട്ടുണ്ട് അങ്കിൾ, ഇതുപോലെ എൻ്റെ ബർത്ത്ഡേക്കും വാങ്ങിത്തരാം. ആരതി ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ടാണ് പറയുന്നത്. മഹേന്ദ്രൻ തലതാഴ്ത്തി നിൽക്കുന്ന സമയത്ത് ആരതി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സഹോദരിക്ക് മാത്രമേ വാങ്ങിക്കൊടുക്കുള്ളൂ, എനിക്കൊന്നും വാങ്ങിത്തരില്ലേ? അതിനെന്താ, മോൾക്കും വാങ്ങിത്തരാം. മഹേന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ ചന്ദ്രിക പുഞ്ചിരിക്കുകയാണ്. ആരതിക്കും അത് കേട്ട് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അപ്പോഴേക്കും സിദ്ധു അമ്മയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വന്നല്ലോ, സിദ്ധാർത്ഥ സന്തോഷത്തോടെ പറയുകയാണ്. എല്ലാവരും ടേബിളിന് ചുറ്റും നിരന്നിട്ടുണ്ടായിരുന്നു. ജാനകിയാണെങ്കിൽ ചുറ്റിലും നോക്കി നിൽക്കുകയാണ്. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ ജന്മദിനാണെന്ന് പോലെ അവർക്ക് ഓർമ്മയില്ലായിരുന്നു. ചുറ്റിലും നോക്കിയിട്ട് അലങ്കരിച്ചതൊക്കെ നോക്കിയതിന് ശേഷം സിദ്ധാർത്ഥിനെ നോക്കിയപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നത്, ഓർമ്മയില്ലേ, ഇന്ന് നിങ്ങളുടെ ജന്മദിനല്ലേ, അതുകൊണ്ട് ചന്ദ്രികയാണ് ഇത്രയധികം ഡെക്കറേഷൻ ചെയ്തത്. എല്ലാവരും സന്തോഷത്തോടെ ജാനകിയെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, അതേ ജാനകി, ചന്ദ്രികയാണ് നിനക്ക് വേണ്ടി കേക്ക് വരെ വാങ്ങിച്ചത്. അതുമാത്രമല്ല, ഇത്രയധികം അലങ്കരിച്ചതും ഒക്കെ അവിടെ തന്നെയാണ്. അതും പോരാഞ്ഞ് ഒരുപാട് സർപ്രൈസുകൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ജാനകിയുടെ മുഖത്ത് വലിയ തെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ചന്ദ്രിക പോയിട്ടൊരു ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ജാനകിക്ക് നേരെ നീട്ടിയിട്ട് പറയുന്നുണ്ട്, അമ്മായി, ഇത് അമ്മായിയുടെ ജന്മദിനത്തിന് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റാണ്. ജാനകി പക്ഷെ അത് വാങ്ങിക്കാതെ ചന്ദ്രികയോ ഗിഫ്റ്റോ നോക്കാതെ തലതിരിച്ച് നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ ചന്ദ്രികയ്ക്ക് ആകെ ഒരു വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. എല്ലാവരും അതേ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. കാരണം അത്രയധികം സന്തോഷത്തോടെയാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷേ ജാനകി മാത്രം മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. അത് മനസ്സിലായിട്ടെന്നോണം മുത്തശ്ശൻ പറയുന്നുണ്ട്, ജാനകി, ഇന്ന് നിൻ്റെ ജന്മദിനമായിട്ട് അത്രയധികം സന്തോഷത്തോടു കൂടി ചന്ദ്രിക വാങ്ങിക്കൊണ്ട് വന്നതാണ്. വാങ്ങിക്കുമോളെ. അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ ജാനകി ചന്ദ്രികയെ നോക്കുന്നുണ്ട്. ചന്ദ്രികയും ഒരു യാചിക്കുന്നത് പോലെ ഇത് വാങ്ങിക്കുക എന്ന അർത്ഥത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് ജാനകി അത് വാങ്ങിക്കോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ഛൻ പറഞ്ഞത് കൊണ്ട് തന്നെ ജാനകി അത് വാങ്ങിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രികയുടെ മുഖത്തും സന്തോഷം വന്നത്. അപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. പക്ഷെ ജാനകിയുടെ മുഖത്ത് അപ്പോഴും വലിയ തെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. സിദ്ധുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്രിക അവിടുന്ന് മാറി നിൽക്കുകയാണ്. അപ്പോഴേക്കും ലക്ഷ്മി വന്നിട്ട് മഹേന്ദ്രൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഗിഫ്റ്റും എടുത്തിട്ടാണ് വന്നത്. ജാനകി, നിൻ്റെ ഏട്ടൻ നിന്നോട് ദേഷ്യമാണെന്ന് വിചാരിക്കരുത്. ഇതാ നിൻ്റെ ജന്മദിനമായിട്ട് നിനക്ക് വേണ്ടിയിട്ട് റിങ്ങൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ റിങ് കാണിക്കുകയാണ്. പക്ഷെ അപ്പോഴും ജാനകിയുടെ മുഖത്ത് വലിയ തെളിച്ചമോ സന്തോഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. മഹേന്ദ്രനും പറയാൻ പറ്റാത്ത എന്തോ ഒരു വിഷമത്തിലാണ് ഉണ്ടായിരുന്നത്. അയാളുടെ മുഖത്തും ഒരു സന്തോഷമോ പ്രത്യേകിച്ചൊരവസ്ഥയില്ലാതെ സങ്കടത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. ജാനകി ഏട്ടനെ നോക്കുവാണ്.
രണ്ടുപേരും ഒന്നും പറയാതെ മുഖത്തോട് മുഖം നോക്കിയപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നിന്നോട് പക്ഷേ അദ്ദേഹം സംസാരിക്കുന്നില്ലായിരിക്കാം, പക്ഷെ എപ്പോഴും നിന്നെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. എല്ലാവരും അവരുടെ ആ ഒരു സ്നേഹം, പരസ്പരമുള്ള സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ജാനകിയും ഏട്ടനെ തന്നെ നോക്കി നിൽക്കുകയാണ്. മഹേന്ദ്രനെ പുഞ്ചിരിക്കണോ സന്തോഷിക്കണോ ഒന്നും അറിയാത്തൊരു മുഖഭാവത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇന്നാ ഇത് വാങ്ങിക്കേ. ജാനകി അത് വാങ്ങിക്കണോ വേണ്ടയോ എന്നറിയാതെ ഒരു സങ്കടഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ വീണ്ടും പറയുന്നുണ്ട്, വാങ്ങിക്കോ മോളെ. ജാനകി വീണ്ടും ഏട്ടനെ നോക്കുവാണ്. എന്നിട്ട് ലക്ഷ്മി അവർക്ക് നേരെ നീട്ടിയ ആ ഒരു സമ്മാനം സന്തോഷത്തോടെയോ അല്ലെ കരഞ്ഞുകൊണ്ടോ എന്നൊരു രീതിയിലാണ് വാങ്ങിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ എല്ലാവരും സങ്കടത്തിലാണോ എന്ന് ചോദിച്ചാൽ അതുമാണ്. അപ്പോൾ മുത്തശ്ശൻ ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി ആദ്യം തന്നെ മോളുടെ കൈകൊണ്ട് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യും. ജാനകി കേക്കിന് മുന്നിലാണ് ഉണ്ടായിരുന്നതെങ്കിലും അവർ ഒരു താല്പര്യമില്ലാത്ത മട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ജാനകി നിന്നോടാണ് മോളെ പറയുന്നത്, ആദ്യം നീ ഈ കേക്കൊന്ന് മുറിക്കുക. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അച്ഛാ എന്നോട് ക്ഷമിക്കണം, കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാനുള്ളത്. അത് കേട്ടതും എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം പൂർണ്ണമായിട്ടും മാറുവാണ്. എല്ലാവരും ആകെ വിഷമത്തോടു കൂടി ജാനകിയെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ജാനകിയും അതേപോലെ തന്നെ സങ്കടത്തിലാണുള്ളത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.